തൈര് സാദം ഇഷ്ടമാണോ? എൻ്റെ ഒരു റെസിപ്പി ഉണ്ട്, നമുക്ക് നോക്കിയാലോ? ചെന്നൈയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ തൈര് സാദം ഉള്ള ദിവസം ഞാൻ പട്ടിണിയായിരുന്നു. ഇവിടെ വന്ന പിന്നെ ഒരു നട്ടപ്പാതിരയ്ക്ക് വിശന്നപ്പോൾ വീട്ടിലാകെ ഉണ്ടായിരുന്ന തൈരും ഈ പച്ചരിയായിരുന്നു. അങ്ങനെ എൻ്റെ ഐഡിയയിൽ ഞാൻ വെറുതെ ഉണ്ടാക്കിയതായിരുന്നു ഈ തൈര് സാദം. പിന്നെ അങ്ങോട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തൈര് സാദത്തിന് ക്രേവിങ്സ് പോലും വരാൻ തുടങ്ങി. അപ്പോൾ ഈ തൈര് സാദം ഉണ്ടാക്കാൻ ഒരു ഗ്ലാസ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് ഈ കുക്കറിൻ്റെ ഈ ഹാൻഡിൽ സ്ക്രൂ വരുന്നവരെയാണ് ഞാൻ വെള്ളം വെച്ചേക്കുന്നത്. 1:2 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു കണക്ക്. ഈ അരിക്ക് 10 മിനിറ്റ് വേവേ ഉള്ളെങ്കിലും തൈര് സാദത്തിന് കുറച്ച് കുഴഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാനൊരു 12 മിനിറ്റ് വെക്കുന്നുണ്ട്. കുക്കർ ഓഫാക്കി അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയത്. അരി നല്ല സ്റ്റിക്കി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും റൈസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് തൈരും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് വേണം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ടേസ്റ്റ് മാറും. സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എടുക്കുക. എണ്ണ തിളച്ച് വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചെറിയുള്ളി, വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇല്ലാത്ത പക്ഷെ നമുക്ക് കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കായം ഇടുക. ഇനി ഈ താളിപ്പ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റൈസിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ തൈര് സാദം റെഡി. പക്ഷേ എൻ്റെ റെസിപ്പി ഇതും കൊണ്ട് തീരുന്നില്ല. ഇതാണ് കൊണ്ടാട്ട മുളക് ചട്നി. ഇത് ഈ തൈര് സാദത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങ് കഴിക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഞാൻ മാത്രമല്ല, നമ്മുടെ എൽദോയും തൈര് സാദത്തിൻ്റെ ഫാനാണ്. അങ്ങനെ തൈര് സാദം കാലി. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, എന്നാൽ വലിയ കുക്കിംഗ് ആവശ്യമില്ലാത്ത റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? പ്ലീസ് കമന്റ്. ബൈ ബൈ.